കോടതി മുറ്റത്ത് വെച്ച് കക്ഷി ഭീഷണിപ്പെടുത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് സാറിന് അറിയാലോ. ഞാൻ ചോദിച്ചതിന് സാർ മറുപടി പറഞ്ഞില്ല. എനിക്കിനി ആരുടെ ഒരു മറുപടിയും കേൾക്കണ്ട. ഇനിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ. നമ്മുടെ കാര്യങ്ങള് നമ്മൾ തന്നെ നോക്കിയേ പറ്റൂ. അമ്മ വന്നേ, വാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആ മാഡം, ഇതാണ് എൻ്റെ അമ്മ. അമ്മേ, ഇത് അഡ്വക്കേറ്റ് ഷീല മാഡം. സച്ചി, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. ആ അതേതാ മോളെ ആ വക്കീല്? അവരെന്തിനാ സച്ചിയോട് സംസാരിക്കുന്നത്? മോളല്ലേ കേസ് വാദിക്കുന്നത്, പിന്നെ ആ വക്കീലിന്റെ കൂടെ അവനെങ്ങോട്ടാ പോകുന്നത്? എന്തായാലും ഇന്ന് കേസ് വാദിക്കുന്നത് ഞാൻ തന്നെ അമ്മേ. നമ്മൾ ജയിക്കോ മോളെ? എന്റെ അച്ഛനെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടോ? അമ്മ വിഷമിക്കാതിരിക്കെ. കോടതി നമുക്ക് അനുകൂലമായ തീരുമാനം തന്നെ എടുക്കുന്ന എന്റെ പ്രതീക്ഷ. എന്തായി സച്ചി, എന്താണ് തീരുമാനം? വക്കാലത്ത് ഒഴിയുന്ന കാര്യം ആരതിയോട് സംസാരിച്ചോ? ഇന്ന് ഡിസ്ചാർജ് മെമ്മോ ഫയൽ ചെയ്യോ? ഇനി വാദിക്കണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. കോടതി ഡിസ്ചാർജ് മെമ്മോ സ്വീകരിച്ച് പുതിയ വക്കീലിനെ വയ്ക്കാൻ അനുമതി നൽകിയതിനു ശേഷം മാത്രമേ എനിക്ക് കേസ് ഏറ്റെടുക്കാൻ സാധിക്കൂ. ഇപ്പൊ തന്നെ സച്ചി അഡ്വക്കേറ്റ് ആരതിയോട് ഇക്കാര്യം സംസാരിക്കണം. പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ള കാര്യമുണ്ടല്ലോ, അത് വിട്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. മാഡം പറഞ്ഞതുപോലെ ആരതി വക്കീലിനെ കൊണ്ട് ഡിസ്ചാർജ് മെമ്മോ ഇന്ന് തന്നെ ഞാൻ സമർപ്പിക്കാം. അപ്പൊ പിന്നെ എനിക്ക് കേസ് ഏറ്റെടുക്കാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. എനിക്ക് സച്ചിയോടൊന്ന് സംസാരിക്കണം. മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? നീ ഒന്നേ. എനിക്ക് സാറിനോടൊന്നും സംസാരിക്കാനില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണം. ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനെ ഇപ്പൊ തന്നെ നിന്നെ ഞാൻ തൂക്കിയെടുത്ത് ലോക്കപ്പ് ഇടും. മനസ്സിലായടാ? വാടാ ഇങ്ങോട്ട്. പോലീസുകാരൻ എന്തിനാ മോളെ സച്ചിയെ കൊണ്ടുപോകുന്നേ? അറിയില്ലമ്മ. നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാണ് ഈ കേസിൽ നിന്ന് പിന്മാറാൻ. ഇനി എനിക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ഇവിടെ വരെ എന്നെ കൊണ്ട് എത്തിച്ചത് നിങ്ങൾ എല്ലാരും കൂടി ചേർന്നാ. നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരിക്കാം. കോടതി കൂടാൻ സമയം ആവുന്നതേ ഉള്ളൂ. ഇനിയും നിനക്ക് സമയമുണ്ട്. ഇപ്പൊ നീ ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നീ നേരിടേണ്ടി വരും. ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്ത് നേരിടാനാ സാറേ? കൂടിപ്പോയാ സാർ എന്റെ പേരിൽ ഒരു കള്ളക്കേസ് ചാർജ് ചെയ്ത് ജയിലിടും. അതിനപ്പുറം എന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. സാറേ, ഞാൻ കോടതിയിൽ വന്നിരിക്കുന്നത് എന്റെ ഭാര്യയും മകളെയും തിരിച്ചു കിട്ടാനാ. നിങ്ങളുടെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കാനൊന്നുമല്ല. എന്റെ അളിയൻ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നൊരു കോടതിയാണിത്. ഈ കോടതിയിൽ അളിയെ അപമാനിക്കപ്പെട്ട പിന്നെ ഞാൻ ആരാണെന്ന് നീ അറിയും. എടാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. നീ ഈ കേസ് പിൻവലിക്കേ. ഇല്ല സാറേ, അതിനി പറ്റില്ലെന്നാ പറഞ്ഞത്. വിടു സാറേ, വിടാൻ. രാജീവ് സാറേ, എന്താ ഇത്? വിട് സാറേ സച്ചിയെ. സാർ, ഇത് കോടതിയാ, അല്ലാതെ ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നീ ചെവി നുള്ളിക്കോ, ഇതിനെ നീ അനുഭവിക്കും. സാറ് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ വെച്ച് കേസ് പിൻവലിക്കാം. പക്ഷെ ഇന്ന് ഈ കോടതിയിൽ വെച്ച് എന്റെ അർച്ചനയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചറിയാൻ സാറിന് കഴിയോ? എന്താ ഇവിടെ? വാ മോളെ. മോനെ, എന്താ? ഒന്നുമില്ലമ്മേ. രാജീവ് സാറേ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായത്. ഇന്ന് സാക്ഷി വിസ്താരം നടക്കാൻ പോവാ. ഇപ്പൊ കേസ് പിൻവലിക്കണമെന്ന് സാറ് പറയുന്നു. കേസ് പിൻവലിക്കാൻ ഞാനും തയ്യാറാ. സച്ചി പറഞ്ഞതുപോലെ അർച്ചനയെ തിരിച്ചു കൊടുക്കാൻ സാറിന് പറ്റുമോ?
കോടതി മുറ്റത്ത് വെച്ച് കക്ഷി ഭീഷണിപ്പെടുത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് സാറിന് അറിയാലോ. ഞാൻ ചോദിച്ചതിന് സാറ് മറുപടി പറഞ്ഞില്ല. എനിക്കിനി ആരുടെ ഒരു മറുപടിയും കേൾക്കണ്ട. ഇനിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ. അമ്മേ വാ, വക്കീലേ വാ. ദൈവമേ, കോടതിയിൽ ഞാൻ എന്ത് പറയും? കോടതിയിൽ അർച്ചന എന്തു പറഞ്ഞാലും ഇനി എന്നെ അത് ബാധിക്കില്ല. ഇത്രയും നാൾ അനുഭവിച്ച കുറ്റബോധത്തിൽ നിന്ന് ഇനിയെങ്കിലും എനിക്കൊരു മോചനം വേണം. ഇത് അർച്ചനയും ഞാനും ഒരുമിച്ചുള്ള അവസാനത്തെ യാത്രയാണ്. തിരിച്ചു വരുമ്പോൾ ഈ കാറിൽ ഞാൻ മാത്രമേ ഉണ്ടാവൂ. എന്റെ മോക്കൊന്നുമില്ല, അവളുടെ അമ്മയുണ്ട്. അമ്മ മോളെ വിട്ട് എങ്ങും പോവില്ല കേട്ടോ. എൻ്റെ മോളുടെ ജീവന് വേണ്ടി മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം പണയം വെക്കാൻ തീരുമാനിച്ച ഞാൻ എന്തൊരു ക്രൂരനാണ്. അർച്ചന മറ്റൊരാളുടെ ഭാര്യയാണെന്നും എൻ്റെ മോളെപ്പോലൊരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നും എൻ്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ മനഃപൂർവ്വം ഓർത്തില്ല. അർച്ചന ഇന്ന് സച്ചിയുടെ കൂടെ പോകാൻ തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷെ ഞാൻ അർച്ചനെ ഒരു കുറ്റവും പറയില്ല. 10 വർഷം എൻ്റെ മകൾക്കൊരു അമ്മയുടെ സ്നേഹം വാരിക്കോരി കൊടുത്തവളാണ്. പേര് കൊണ്ടാണെങ്കിലും എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ജീവിച്ചവളാ. അവളുടെ ജീവിതത്തിന് ഇനിയെങ്കിലും നല്ലത് വരട്ടെ. അമ്മേ, അർച്ചന, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി കിട്ടിയത് ഞാനാണെങ്കിൽ നീ ഇപ്പോ മോളെ എടുത്തോണ്ട് എന്റെ കൂടെ ഇറങ്ങി വരണം.